ഹായ് എല്ലാവർക്കും സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന AI നമ്മൾ ബിസിനസ് ചെയ്യുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം, അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന സിനിമകളും ഷോകളുമൊക്കെ നെറ്റ്ഫ്ലിക്സ് എങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് എന്ന്? അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ: ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതെ, ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയവും. സത്യത്തിൽ ഇന്നത്തെ ബിസിനസ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തിയാണ് ഈ AI. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ജോലികൾ ഒരുപാട് എളുപ്പമാക്കുന്ന ഒരു സൂപ്പർ സ്മാർട്ട് അസിസ്റ്റൻ്റാണ് ബിസിനസ്സിലെ AI. അപ്പോൾ എന്താണ് ഈ സംഭവമെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. അതായത്, സാധാരണ മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയുമൊക്കെ വേണ്ടിവരുന്ന ജോലികളില്ലേ, അത് ചെയ്യാൻ കമ്പ്യൂട്ടറുകളെ പഠിപ്പിക്കുന്നു. അതാണ് ബിസിനസ്സിലെ AI. അപ്പോൾ AI എന്ന് കേൾക്കുമ്പോഴേ പറക്കുന്ന കാറും സംസാരിക്കുന്ന റോബോട്ടും ഒന്നുമല്ല ഓർക്കേണ്ടത്. മറിച്ച് നിങ്ങളുടെ ബിസിനസ്സിലെ കണക്കുകൾ നോക്കാനും ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കാനുമുള്ള ഒരു കിടിലൻ ടെക്നോളജിയാണിത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അടുത്താണ് AI. നമ്മൾ പോലും അറിയാതെ ഓരോ ദിവസവും നമ്മൾ AI ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാലോ? നിങ്ങൾ ആമസോണിൽ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതുപോലുള്ള വേറെ സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് പിന്നിലാണ് AIയുടെ കളി. അതായത്, നിങ്ങൾ മുമ്പേ എന്തൊക്കെ വാങ്ങി, എന്തൊക്കെ സെർച്ച് ചെയ്തു എന്നൊക്കെ നോക്കിയിട്ട് ആഹാ, ഇയാൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും എന്ന് AI അങ്ങ് തീരുമാനിക്കും. ഇത് നമ്മുടെ ഷോപ്പിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യമില്ലേ, അതിൻ്റെ ഉത്തരം ഇതാണ്: നിങ്ങളൊരു സിനിമ മുഴുവൻ കാണുന്നുണ്ടോ, അതോ പാതിക്ക് നിർത്തുന്നുണ്ടോ, എന്തിന് എത്ര നേരം ഒരു പോസ്റ്ററിൽ നോക്കി നിൽക്കുന്നു എന്നുവരെ നെറ്റ്ഫ്ലിക്സിൻ്റെ AI ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ വെച്ചാണ് നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്നത് മനസ്സിലാക്കുന്നതും അടുത്തതെന്ത് കാണുമെന്ന് കൃത്യമായി പറഞ്ഞു തരുന്നതും. ഇനി ബാങ്കിങ്ങിന്റെ കാര്യം നോക്കാം. ഇവിടെ AI ഒരു കാവൽക്കാരനെ പോലെയാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ പെട്ടെന്ന് നിങ്ങൾ സാധാരണ പോകാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? AI അത് സ്പോട്ട് ചെയ്യും. എന്നിട്ട് ആ തട്ടിപ്പ് തടയാൻ നോക്കും. ഇത് നമ്മുടെ പണത്തിന് ഒരു എക്സ്ട്രാ സേഫ്റ്റി തരുന്നുണ്ട്. വലിയ ഫാക്ടറികളിലൊക്കെ ഒരു മെഷീൻ കേടായാൽ ഉണ്ടാകുന്ന നഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് AI ഒരു സൂപ്പർ ഹീറോയെ പോലെ വരുന്നത്. മെഷീനുകളിലെ സെൻസറുകളിൽ നിന്നുള്ള ഡേറ്റ നോക്കിയിട്ട് ഈ മെഷീന് ഉടനെ ഒരു പണി കിട്ടും എന്ന് AI മുൻകൂട്ടി പറയും. അപ്പോൾ അത് നേരത്തെ തന്നെ നന്നാക്കി വയ്ക്കാം. ഉൽപ്പാദനം മുടങ്ങുകയുമില്ല. നമ്മൾ പല വെബ്സൈറ്റുകളിലും കയറുമ്പോൾ താഴെ ഒരു മെസ്സേജ് ബോക്സ് പൊങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നൊക്കെ ചോദിച്ചോണ്ട്. അവയിൽ മിക്കതും AI ആണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം തരാൻ ഈ AI ചാറ്റ്ബോട്ടുകൾ റെഡിയാണ്. ഇത് കമ്പനികൾക്ക് അവരുടെ കസ്റ്റമർ സർവീസ് അട്ടിപ്പൊളിയാട്ടാൻ വലിയൊരു ഹെൽപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം കമ്പനികൾ AIയെ ഇങ്ങനെ ഏറ്റെടുക്കുന്നത്? അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്: കാര്യക്ഷമത, കൃത്യത, പിന്നെ വളർച്ച. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് കാര്യക്ഷമത. ഈ ഡേറ്റ എൻട്രി പോലുള്ള ബോറടിപ്പിക്കുന്ന ഒരേപോലുള്ള ജോലികളില്ലേ, അതെല്ലാം AI അങ്ങ് ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ ജീവനക്കാർക്ക് കുറച്ചുകൂടി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. രണ്ടാമത്തത് കൃത്യത. നമ്മൾ മനുഷ്യരല്ലേ, തെറ്റുകളൊക്കെ പറ്റും. പക്ഷേ AIയുടെ കാര്യം അങ്ങനെയല്ല. ഡേറ്റ നോക്കി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റുകൾ വളരെ കുറവായിരിക്കും. മൂന്നാമത്തത് വളർച്ച. മാർക്കറ്റിൽ എന്ത് നടക്കുന്നുവെന്ന് ലൈവായിട്ട് അറിഞ്ഞിട്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ AI നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരാളുണ്ടെങ്കിൽ പിന്നെങ്ങനെയാണ് ബിസിനസ് പൊളിഞ്ഞു പോവുക, അല്ലേ? അതാണ് AI തരുന്നൊരു കോൺഫിഡൻസ്. അപ്പോൾ AI എന്നൊക്കെ പറയുമ്പോൾ ഇത് ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനും ഒക്കെയുള്ള വലിയ കളിയാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്, സ്റ്റുഡൻസിന്, ചെറിയ ബിസിനസ്സുകൾക്കൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് AI ടൂളുകളുണ്ട്. അതിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഇമെയിൽ എഴുതണോ, അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ വേണോ, നേരെ ChatGPTയോട് ചോദിക്കാം. ബിസിനസ് കണക്കുകൾ നോക്കാനാണെങ്കിൽ ക്വിക്ക്ബുക്സ് AI ഉണ്ട്. കസ്റ്റമേഴ്സിനെ പറ്റി അറിയാൻ ഗൂഗിൾ അനാലിറ്റിക്സിലെ AI ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. ഇനി നല്ല ഡിസൈൻസ് വേണമെങ്കിൽ ക്യാൻവയുടെ മാജിക് സ്റ്റുഡിയോ ഉണ്ട്. കണ്ടില്ലേ, നമ്മുടെ ജോലികൾ എത്ര എളുപ്പമാവുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് AI ഇപ്പം എന്തൊക്കെ ചെയ്യുന്നു എന്നല്ലേ. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ കളി ഇനിയാണ് വരാൻ പോകുന്നത്. ബിസിനസ്സിന്റെ ഭാവി തന്നെ AI എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് നോക്കാം. പുതിയൊരാളെ ജോലിക്കെടുക്കുന്ന കാര്യത്തിലായാലും ശരി, ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിലായാലും ശരി, എല്ലാത്തിൻ്റെയും നടുക്ക് AI ഉണ്ടാവും.
അതായത് എനിക്ക് തോന്നുന്നു എന്നതിലുപരി ഡേറ്റ ഇങ്ങനെയാണ് പറയുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ മാറ്റം. AI-യെപ്പറ്റി കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ പേടി ഇതാണ്: അയ്യോ, എന്റെ ജോലി പോകുമോ? എന്നാൽ സത്യം അതല്ല. AI നമ്മുടെ പകരക്കാരനല്ല, മറിച്ച് നമ്മുടെ ഒരു സൂപ്പർ പവർ ഉള്ള സഹായിയാണ്. കാൽക്കുലേറ്റർ വന്നപ്പോൾ കണക്ക് ടീച്ചർമാരുടെ ജോലി പോയോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണിതും. AI ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് അറിയാത്തൊരാളെക്കാൾ എപ്പോഴും ഒരു പടി മുന്നിലായിരിക്കും, അത്രയുള്ളൂ. അപ്പോൾ നമുക്ക് AI-യെ ഇങ്ങനെ കാണാം. നിങ്ങളൊരു വിമാനത്തിന്റെ പൈലറ്റാണ്. നിങ്ങളുടെ ബിസിനസ്സാണ് ആ വിമാനം. AI നിങ്ങളുടെ കോ പൈലറ്റും. കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ വഴി കാണിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും യാത്ര എളുപ്പമാക്കാനും ഈ കോ പൈലറ്റ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്: ബിസിനസ് എന്ന ഈ വിമാനത്തിൽ നിങ്ങളുടെ പുതിയ കോ പൈലറ്റിനെയും കൂട്ടി പറന്നുയരാൻ നിങ്ങൾ റെഡിയാണോ?